കുട്ടിക്കാനത്തിന് സമീപം പള്ളിക്കുന്നിൽ ചരിത്രമുറങ്ങുന്ന ഒരു CSI ദേവാലയമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ദേവാലയം ഇന്നും അതേ തനിമയിൽ സംരക്ഷിച്ചു പോരുന്നു. ദേവാലയത്തോട് ചേർന്നുള്ള ബ്രിട്ടീഷ് സെമിത്തേരിക്കും കഥകൾ പറയാനുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടിക്കാനത്തിന് സമീപം പള്ളിക്കുന്നിലുള്ള സെന്റ് ജോർജ് CSI പള്ളി. ബ്രിട്ടീഷുകാരുടെ കാലത്ത്, അതായത് ഇടുക്കി ജില്ലയിൽ തേയിലകൃഷി ആരംഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി പണിത ഒരു ദേവാലയമാണ്. പിന്നീട് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. 34-ലധികം ബ്രിട്ടീഷുകാരുടെ ശവസംസ്കാരം ഇവിടെ നടന്നിട്ടുണ്ട്. ആ കല്ലറകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കല്ലറകൾ കൊണ്ടാണ് ഇന്ന് ഈ പള്ളി പ്രസിദ്ധമായിട്ടുള്ളത്. പ്രൗഢിയും ചരിത്രവും ഇടകലർന്ന പള്ളിക്കുന്നിലെ സെന്റ് ജോർജ് CSI ദേവാലയം ഇടുക്കിയിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണ്. 1.5 പതിറ്റാണ്ടിനിപ്പുറവും പ്രൗഢമായി തലയുയർത്തി നിലകൊള്ളുന്ന യൂറോപ്യൻ നിർമ്മിതി. ജില്ലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ മലനിരകളിൽ തേയിലകൃഷി തുടങ്ങിയ കാലത്ത് 1869-ൽ ഹെൻറി ബേക്കർ ജൂനിയറാണ് ദേവാലയം നിർമ്മിച്ചത്. തിരുവിതാംകൂർ രാജകുടുംബം വിട്ടു നൽകിയ 15 ഏക്കർ സ്ഥലത്ത് കാട്ടുകല്ലുകളും കുമ്മായവും തേക്കും ഈട്ടിത്തടിയും ഓടുകളും ഉപയോഗിച്ച് യൂറോപ്യൻ ശൈലിയിൽ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. യൂറോപ്യൻ ശൈലിയുടെ തനിമ ചോരാതെ ഇപ്പോഴും ഈ ദേവാലയം സംരക്ഷിക്കപ്പെടുന്നു. പള്ളിയോട് ചേർന്നുള്ള ബ്രിട്ടീഷ് സെമിത്തേരിയാണ് മറ്റൊരു പ്രധാന ആകർഷണീയത. അവിടെ നമ്മുടെ കണ്ണുകൾ ഉടക്കുന്നത് ഈ കുതിരയുടെ ബലകത്തിലായിരിക്കും. ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങൾ പരുവപ്പെടുത്തിയ ജോൺ ഡാനിയൽ മൺട്രോയുടെ അരുമയായ ഡ്രൗണി എന്ന കുതിരയെ അടക്കം ചെയ്തിടം. സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന മൺട്രോയുടെ യാത്രകൾ നയിച്ചിരുന്നത് ഡ്രൗണിയാണ്. ഒരു സായാഹ്ന സവാരിക്കിടെ 1898-ൽ ആഷ്ലി എസ്റ്റേറ്റിന് സമീപമുള്ള കൊക്കയിലേക്ക് വീണ് 63-ാം വയസ്സിൽ JD മൺട്രോയും സഹചാരിയായ ഡ്രൗണിയും കൊല്ലപ്പെടുകയായിരുന്നു. തന്റെ കല്ലറയോട് ചേർന്ന് തന്നെ ഡ്രൗണിയെയും അടക്കം ചെയ്യണമെന്ന് നേരത്തെ തന്നെ മൺട്രോ പറഞ്ഞിരുന്നു. ഉറ്റവർ അത് സാധിച്ചു നൽകുകയും ചെയ്തു. മൺട്രോയ്ക്കും ഡ്രൗണിക്കും പുറമെ 34ഓളം ബ്രിട്ടീഷ് കല്ലറകളാണ് പള്ളിക്കുന്ന് പള്ളിയിലുള്ളത്. കല്ലറകൾക്ക് നടുവിലായി കൈ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞുമാലാഖയുടെ പ്രതിമയും കാണാം. ജന്മദിനാഘോഷ വേളയിൽ മരണപ്പെട്ട 2 വയസ്സുകാരി ബ്രിജിറ്റ് മേരിയുടേതാണത്. ഇവിടുത്തെ ഓരോ കല്ലറകൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അവരുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ കല്ലറകളാണ് മറ്റുള്ളവ. ഇവരുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥനകൾ നടത്തി മടങ്ങാറുണ്ട്. ചരിത്രമുറങ്ങുന്ന കുടീരങ്ങളെ മുൻനിർത്തി സെമിട്രി ടൂറിസത്തിന്റെ സാധ്യതകൾ തേടുകയാണ് നിലവിൽ ടൂറിസം വകുപ്പ്. 31 വിദേശികളെ സംസ്കരിച്ചിട്ടുള്ള മൂന്നാർ CSI പള്ളി കൂടി ചേർത്താണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. CSI സഭാ നേതൃത്വം ടൂറിസം പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു. സെമിട്രി ടൂറിസം നിലവിൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഇടുക്കിയിലേക്ക്, കേരളത്തിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് അപൂർവ ചരിത്രങ്ങൾ പറയുന്ന തോട്ട വ്യവസായത്തിൻ്റെ ഗതകാല സ്മരണകളുള്ള പാരമ്പര്യം പേറുന്ന, അന്ന് പീലുമേടിലും ഇടുക്കിയിലും തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചവരുടെ ശവകുടീരങ്ങൾ കാണുവാൻ, കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനൊക്കെ സെമിട്രി ടൂറിസം വഴി കഴിയും. ഇടുക്കിയിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന അവശേഷിപ്പുകൾ. സെമിട്രി ടൂറിസത്തിലൂടെ ഈ ചരിത്രത്തിന്റെ ആഴമറിയാൻ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ജോസഫിനൊപ്പം സുബിൻ തോമസ്, ജനം.